പ്രേസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ കർത്താവ് ഒരു വ്യക്തിയുടെ മേലിലേക്ക് 7 അധികാരങ്ങൾ ഉണ്ട് എന്നുള്ള ക്ലാസ്സിനെ പറ്റി ആസ്പദമാക്കി നമ്മൾ പഠിച്ചു വരികയാണല്ലോ. 2 ക്ലാസ് നമ്മൾ എടുത്തു. ഒന്ന്, ജീവൻ കർത്താവ് കൊടുക്കുന്നു. 2, പാപക്ഷമ. 3-ാമത്, കർത്താവ് ഒരു മനുഷ്യൻ്റെ മേലുള്ള അധികാരങ്ങളാണ് ഭൂതങ്ങളെ പുറത്താക്കുക എന്നുള്ള അധികാരം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആത്മീയ പിതാവ് ഷിബു ബ്രദറിലൂടെ അനേക വ്യക്തികളെ ബന്ധനമോചന ധ്യാനങ്ങൾ നടക്കുമ്പോൾ ഡെലിവറൻസ് ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഡെലിവറൻസ് ആയ വ്യക്തികൾക്ക് ഒരു വ്യത്യാസം കണ്ടത്, അവരുടെ ലൈഫ് എവിടെയാണോ തളർന്നു കിടന്നത് അല്ലെങ്കിൽ തകർന്നു കിടന്നത് അവിടെ എല്ലാം അവരുടെ ലൈഫ് ഉയരുന്നുണ്ട്. ILTC പാസ്സാവാത്ത കുഞ്ഞുങ്ങൾ എത്രയോ വട്ടം എഴുതി, അതൊന്നും പാസ്സാകാത്തതൊക്കെ ഈ ഡെലിവറൻസ് കഴിഞ്ഞ സമയത്ത് തന്നെ അതെല്ലാം അവർ പാസ്സാകുന്നു, വിദേശത്ത് പോകുന്നു, ജോലി സമ്പാദിക്കുന്നു, ആത്മീയമായി വരുന്നു, ഭൗതികമായി വരുന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും അവരുടെ ജീവിതം തന്നെ വ്യത്യാസപ്പെട്ടു എന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുവാൻ തക്കവണ്ണം ദൈവം അവരെ ഉയർത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ ലൈഫും അതുപോലെയായിരുന്നു. ഈ ക്ലാസ്സിലൂടെ പറയാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സാത്താൻ ഒരു കുടുംബത്തിൽ കയറിയാൽ ആ കുടുംബം ഡെലിവർ ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തി ഡെലിവറൻസ് ആയില്ലെങ്കിൽ, അത് ഡെമന് അവിടെ ആധിപത്യമുണ്ട്. അതിൻ്റെ ഡെമൻ അവിടെ അധികാരം സ്ഥാപിക്കും. അത് നമുക്ക് വ്യക്തമായിട്ട് വചനം പഠിക്കുമ്പോഴെല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 10:10 നമ്മൾ നോക്കുമ്പോൾ കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിക്കുവാനുമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ കള്ളനകത്ത് കയറിക്കഴിഞ്ഞാൽ ആ കുടുംബം ഉയരത്തില്ല, അത് മുടിപ്പിക്കും, അത് നശിപ്പിക്കും, അത് തകർച്ചയിലേക്ക് കൊണ്ടുപോകും, അത് ഒടുക്കം ആത്മഹത്യ വരെ ചെയ്യിക്കുന്ന സ്ഥിതിവിശേഷം വരും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായം 27 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ഇതെന്താ ഒരു പുതിയ ഉപദേശം, അവൻ അധികാരത്തോട് അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 27 നമ്മളൊന്ന് പഠിക്കുമ്പോൾ 24 പഠിക്കുമ്പോൾ, അവൻ നിലവിളിച്ച്, നസറാനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കം നിലവിളിച്ച് അവനെ വിട്ടുപോയി. ഇവിടെ യേശു പറയുന്നുണ്ട്, അവരെ പിശാചിനെ ശാസിക്കുമ്പോൾ ഈ അശുദ്ധാത്മാവ് ഈ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ വ്യക്തിയെ വിട്ടിട്ട് നിലവിളിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ അധികാരമാണ്, കർത്താവിൻ്റെ പവറാണത്. ഈ അധികാരങ്ങൾ മനുഷ്യരിലേക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്, പലകളിലേക്കും കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി കിടന്നത് കല്ലറയിലാണ്. അവൻ്റെ 2 കരങ്ങളും കൈകളും കാലുകളും എല്ലാം ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അത് ഇടിച്ച് സ്വയം പീഡിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും അവൻ്റെ ശരീരത്തെ വ്രണപ്പെടുത്തുകയും ഒരു അശുദ്ധിയുടെ ആ ഒരു അനുഭവത്തിലൂടെ ഈ സിമട്രിയിൽ കിടക്കുന്ന വ്യക്തിയുടെ അനുഭവം ഓർത്തു നോക്കി. അതേ അനുഭവം ഒരു കുടുംബത്തിൻ്റെ അകത്തേക്ക് കയറി വന്നാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോഴും അവരെല്ലാം ക്രിസ്ത്യാനികളാണ്, അവർക്ക് നേർച്ച കാഴ്ചകളുണ്ട്, വഴിപാടുകളുണ്ട്, അവർ കോഴിയെ കൊടുക്കുന്നു, കോഴിമുട്ട, ഇങ്ങനെ എല്ലാ മെത്തേഡിൽ അവർ പോകുമ്പോഴും ഒരു വിടുതൽ അവർക്കില്ല. അപ്പോഴും അവരുടെ കുടുംബം ആധിപത്യം, അവരെ നയിക്കുന്നതും നടത്തുന്നതും എല്ലാം സ്പിരിറ്റാണ്, ഡെമനാണ്, ഈവിൾ സ്പിരിറ്റാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എങ്ങനെയാണ് ഒരു കുടുംബത്തിലേക്ക് വരുന്നത്? ഒരു സാധാരണ കർത്താവിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച്, വചനമനുസരിച്ച് കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഒരു കുടുംബത്തിലേക്ക് സ്പിരിറ്റ് ആധിപത്യം സ്ഥാപിക്കുമോ? ഡെമൺ ആധിപത്യം ഉണ്ടാകുമോ? അല്ലെങ്കിൽ അശുദ്ധാത്മാവ് കയറി വരുമോ? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരിക്കലും വരത്തില്ല. കാരണം അത് ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് ആ കുടുംബം, അത് ദൈവത്തിൻ്റെ സംരക്ഷണ. കാരണം അത് ജോബിൻ്റെ കുടുംബത്തിലേക്ക്, ജോബിൻ്റെ വസ്തുവകകൾക്കും ജോബിൻ്റെ വീടിന് ചുറ്റും ദൈവം അതായത് തീ കൊണ്ട് വേലി കെട്ടി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. കാരണം എൻ്റെ നല്ല ദാസനെ, അതായത് യാഹോവയ്ക്ക് ഇഷ്ടപ്പെട്ട പുരുഷനായിരുന്നു ജോബ്. അത് സാത്താനോട് ചോദിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ഭാഗത്തേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ
തിരുവചനം, വിശുദ്ധ ലേവ്യ പുസ്തകം അതിൻ്റെ 19 അധ്യായം 39 വചനം നമ്മളൊന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സാത്താൻ ദുരാത്മാവ് ഒരു വീട് ക്ലെയിം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ദുരാത്മാവ് ഒരു വീടിൻ്റെ അധികാരം സ്ഥാപിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണ്? ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം? പല തലമുറകളും ഇന്ന് ഉയരാതെ കിടക്കുന്നതിൻ്റെ കാരണം എവിടെയാണ്? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു കുടുംബത്തിന് വിടുതൽ കിട്ടുന്നത് എങ്ങനെയാണ്? എപ്പോഴാണ് വിടുതൽ കിട്ടുന്നത്? സ്തോത്രം, ഇത് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. വിശുദ്ധ ലേവ്യയുടെ തിരുവചനം അതിൻ്റെ 19:31 നമ്മൾ പഠിക്കുമ്പോൾ, വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളെയും അടുക്കൽ പോകരുത്, അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കരുത്. ഇവിടെ പറയുക തൻ്റെ ജനത്തോട് യാഹ്വേ പറയുന്നൊരു കാര്യമാണ്. നിന്റെ ദൈവമായ യഹോവ ഞാനാണ്, ഞാൻ മാത്രമാണ് നിന്റെ ദൈവം. ഞാനല്ലാതെ നിനക്ക് വേറെ അന്യ ദൈവങ്ങളോ അന്യ ദേവന്മാരോ നിനക്കുണ്ടാകരുത്. അപ്പോൾ സ്നാനം എടുത്ത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഒന്നായി ഏകീഭവിച്ച വ്യക്തി അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും അടുക്കൽ പോവുകയും അവരാൽ അശുദ്ധരായി തീരുകയും ചെയ്യുമ്പോൾ ചിന്തിച്ചു നോക്കി, ആ കുടുംബത്തെ ഭരിക്കുന്നത് ആരാണ്? ആ തലമുറ ആർക്ക് ആ തലമുറയെ അടിമ വെച്ചു? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ പോകുന്ന വ്യക്തിയുടെ തലമുറകളെ സാത്താൻ അടിമ വെച്ചു. അവർ ഇനിയുള്ള എൻ്റെ തലമുറകൾ മുഴുവനും നിനക്ക് അടിമയാണ്, നീയാണ് അവരെ ഭരിക്കേണ്ടത്, എൻ്റെ വീട് ഭരിക്കേണ്ടത് നീയാണ്. ക്രിസ്തുവിൻ്റെ വേലി അഴിഞ്ഞു, ആ സമയം അഴിഞ്ഞു, ആ ടൈം അഴിഞ്ഞു. പിന്നെ ഭരണം നടത്തുന്ന മുഴുവനും ഡമനാണ്. ആ വീട്, ആ വ്യക്തിയെ ഭരണം നടത്തുന്ന ഡമനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ അവിടെ ഡമന സ്പിരിറ്റിന് ആവസിക്കാൻ പറ്റിയ ഒരു വസ്തു ഇരുന്നാലും അതിൻ്റെ അകത്ത് ഡമൻ ക്ലെയിം ചെയ്യും നിന്റെ കുടുംബത്തിൽ. ഇത് എന്ന് ഡെലിവർ ആകുന്നു, എന്ന് നീ വചനത്തിൻ്റെ അകത്തേക്ക് നീ കയറി വരുന്നു, അന്നേ നിനക്കൊരു വിടുതലുള്ളൂ. ഇത് കർത്താവ് കാണിച്ചു തന്നതാണ്, കർത്താവ് പഠിപ്പിച്ചതാണ്. നിന്റെ കുടുംബം സാത്താൻ്റെ ആധിപത്യത്തിലാണ് കിടക്കുന്നതെങ്കിൽ നീ എത്ര അധ്വാനിച്ചാലും നീ ഉയരത്തിൽ ഒരു സ്റ്റെപ്പ് നിന്നെ കൊണ്ട് ഉയരാൻ പറ്റത്തില്ലല്ലോ. എപ്പോഴും നിനക്ക് കടമാണ്, എപ്പോഴും നിനക്ക് രോഗമാണ്, എപ്പോഴും നിനക്ക് പ്രശ്നങ്ങളാണ്. ഒന്നല്ലെങ്കിൽ ഒന്ന് നിന്റെ ശരീരത്തെ ഇങ്ങനെ പ്രശ്നങ്ങളാണ്. ഡോക്ടറെ അടുത്ത് പോയി നിനക്ക് അസുഖമില്ല, വീട്ടിൽ വരുമ്പോൾ നിനക്ക് തലവേദന, അസ്ഥിക്ക് വേദന, അവിടെ വേദന, ഇവിടെ വേദന, നിന്റെ മുഖം എപ്പോഴും വേദന കൊണ്ട് പുളഞ്ഞിരിക്കുന്നത് പോലെ ഒരു തളർച്ചയാണ് നിനക്ക്. എപ്പോൾ നോക്കിയാലും നിനക്ക് വേദനയാണ്. മാസം മെഡിസിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാവുന്ന പല കുടുംബങ്ങളുണ്ട്. ആദ്യ കാലത്തൊക്കെ കടമറ്റത്ത് സേവയൊക്കെ ചെയ്ത എപ്പോഴും രോഗം, എപ്പോഴും അസ്ഥിക്ക് വേദന, കാല് വേദന, കൈ വേദന, എപ്പോഴും തലവേദന, എപ്പോഴും വിഷയങ്ങൾ, വിടുതലില്ല, ഡെലിവർ ആകാതെ ക്ലെയിം ചെയ്തു. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങളുണ്ട് അങ്ങനെ. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, നീ വെളിച്ചപ്പാടന്മാരുടെ അടുക്ക നീ പോകരുത്, മന്ത്രവാദികളുടെ അടുക്ക പോകരുത്, നീ അശുദ്ധരായി അവരന്വേഷിക്കുക പോലും നീ ചെയ്യരുത്. അന്വേഷിച്ച പണിയാണ്, അതൊരു നിനക്കൊരു കെണിയാണ്. അവരെ എവിടെയാണെന്ന് നിൻ്റെ അകത്ത് അന്വേഷിക്കാൻ താല്പര്യം തരുന്നത് സാത്താനാണ്, നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് നിനക്ക് താല്പര്യം തരുന്നത്? നിൻ്റെ കുടുംബത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ ചിന്തിക്കും, ഒന്ന് പോയി നോക്കിയാൽ നിയമാവർത്തനം 13 വായിക്കുമ്പോൾ നിനക്കത് ബോധ്യപ്പെടും. നിയമാവർത്തനത്തിൽ 13-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഒരമ്മയിൽ സ്വന്തം സഹോദരൻ വന്നിട്ട് പറയും, അപ്പറെ പ്രവചനം തരുന്ന ആളുണ്ടൊന്ന് പോയി നോക്കിയാലോ. അല്ല, നിങ്ങൾ ഇത്ര നാളും ദുരിതത്തിലല്ലേ, ഇത്ര നാളും കഷ്ടതയിലല്ലേ, അവിടെ ഈ കഷ്ടത എങ്ങനെ വന്നു എന്ന് പറയാൻ അറിയാവുന്ന ഒരു പ്രവാചകനുണ്ട്, ഒന്ന് പോയി നോക്കാം. അങ്ങനെ പോയി നോക്കിയാലോ, അവസ്ഥ എന്താ? സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്, എൻ്റെ അടുത്ത് വന്നതാണത്. ഇവർ നല്ല രീതിയിൽ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പോൾ ഈ മൊബൈൽ ഷോപ്പ് വെച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത് മാടക്കട ചെയ്തുകൊണ്ടിരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ദിവസം 10,000 രൂപയെങ്കിലും വരുമാനം കിട്ടത്തക്ക രീതിയിൽ ഒരു കാര്യങ്ങൾ നടത്തി തരും, ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തമിഴ്നാടാണ്.
അപ്പോൾ ഇവർ പറഞ്ഞു, അപ്പോൾ ഇവർക്ക് അത്യാവശ്യം എല്ലാ ചിലവും കഴിഞ്ഞ് ദിവസം ഒരു 1500 രൂപ 2000 രൂപ വരുമാനം വന്നുകൊണ്ടിരുന്ന 2 പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ മൊബൈൽ ഷോപ്പ് കാരനോട് സ്ത്രീ പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, എന്നാൽ നമുക്ക് പോയേക്കാം, അവരെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. ശരി, ഇവന് ചിന്തിക്കാം, വർഷങ്ങളായി ഈ മാടക്കട വെച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീക്ക് ഒരു സ്റ്റെപ്പ് ഉയരാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്ന് ഇവർ ഉയരണ്ടേ. എന്തായാലും ഈ വ്യക്തി അവരുടെ കൂടെ പോയി. അവരുടെ കൂടെ ചെന്ന് അന്നെന്തോ 10,000 രൂപ കൊടുത്തു. 10,000 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എന്തോ ഒരു തകിട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കടയിൽ കൊണ്ടുപോയി വെച്ചാൽ മതി, നാളെ തൊട്ട് നിങ്ങളുടെ ബിസിനസ് ഭയങ്കരമാകുമെന്ന് പറഞ്ഞു. ഇത് കൊണ്ടുപോയി വെച്ചു. പിറ്റേ ദിവസം അന്ന് വരെ 1500 2000 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന വെറും നിസ്സാര പൈസ ആയി ചുരുങ്ങി വരുമാനം. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രതിഫലമൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഈ സ്ത്രീ പറഞ്ഞില്ല, നമുക്ക് ഒന്നുകൂടി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, അതെ, ഒരു ആത്മാവ് കൂടി അതിൻ്റെ അകത്ത് പോകാനുണ്ട്, നിങ്ങളെ നശിക്കാൻ വേണ്ടി ആരോ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി പോയാലേ നിങ്ങൾക്ക് ഡെയിലി വലിയൊരു വരുമാനം വരത്തുള്ളൂ, അതുകൊണ്ട് ഒരു 25,000 രൂപയുടെ കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഒരു 25,000 രൂപ കൂടെ ഇവർ ഒപ്പിച്ചു. കൊണ്ട് സ്വർണ്ണമൊക്കെ പണയം വെച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു 25,000 രൂപ കൂടി ഒപ്പിച്ച് അവിടെ കൊണ്ടുപോയി കൊടുത്തു. ഇത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ ആത്മഹത്യ ചെയ്യുകയാണ് ഇന്ന്, അതുകൊണ്ട് ബ്രദറെ ഒന്ന് ഇടപെടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ഞാൻ അവരെ കാണാമെന്ന് പറഞ്ഞു. എന്തായാലും വൈകുന്നേരം ഇവരെന്നെ കാണാനായിട്ട് വന്നു. ഇവരുടെ വീട്ടിൽ ഭയങ്കരമായ അടിയായി, വഴക്കായി, തമ്മിത്തല്ലുകളായി. ഇവരുടെ ഷോപ്പ് പൂട്ടുന്ന, വാടക പോലും കൊടുക്കുവാൻ, അന്നന്ന് വാടക പോലും കൊടുക്കുവാനില്ലാത്ത ബിസിനസ് തകർന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയം എനിക്ക് ആ ഫാമിലി അറിയാം. അവർ കൂലിപ്പണിക്ക് പോവുക, ഷോപ്പ് പോയി, ബിസിനസ് പോയി, മക്കൾ മൂന്ന് വഴിക്കായി വാടക വീട്ടിലേക്ക് മാറി. എപ്പോഴാണ് വന്നത്? നിന്റെ കുടുംബം അശുദ്ധിയിലേക്ക്, ദുരാത്മാവ് ഡെമൻ ആധിപത്യം സ്ഥാപിച്ചത് എപ്പോഴാണ്? നീ പോയി തേടിയതാണ്, നീ പോയി അന്വേഷിച്ചതാണ്. അപ്പോഴാണ് നിന്റെ ലൈഫ് തകർന്നത്. അതുവരെ നിന്റെ ഷോപ്പിൽ കുഴപ്പമില്ലായിരുന്നല്ലോ. ഇതുപോലെയാണ് പല ക്രിസ്ത്യാനികളും. ഒരു വീട് വയ്ക്കാൻ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ വെളിച്ചപ്പാടന്മാരുടെ അടുത്തേക്ക് ഓടും. ഞങ്ങളുടെ വീട് കിഴക്കോട്ട് തിരിയണോ, വടക്കോട്ട് തിരിയണോ, അടുക്കള കുറുകിയിരിക്കണോ, നീണ്ടിരിക്കണോ, പുറത്തിരിക്കുന്ന ബാത്റൂം പൊളിക്കണോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. എപ്പോഴാണ് അടുപ്പിൻ്റെ അകത്ത് തീ പൂട്ടുന്നത്? പാല് തിളച്ചു മറിഞ്ഞ് അടുപ്പിലേക്ക് പോകണോ, അത് തിളച്ച് നിന്നാൽ മതിയോ? അങ്ങനെ ഒരുപാട് കാര്യം. അവിടെ ഒന്നും യേശുവോ നിന്നെ ജീവൻ വിലയ്ക്ക് കൊടുത്ത് നിന്നെ യേശുവിൻ്റെ ബ്ലഡ് കൊടുത്ത് വാങ്ങിയ കർത്താവിനോ നീ വില കൊടുക്കുന്നില്ല. നിന്റെ പാപമോചനം കൊടുത്ത കർത്താവിന് നീ വില കൊടുക്കുന്നില്ല. അവിടെ എല്ലാം നീ വെളിച്ചപ്പാടും മന്ത്രവാദ്യങ്ങളുടെ ഇമ്പോർട്ടൻ്റ് നീ തേടും. നിന്റെ കുടുംബം അശുദ്ധമായി തീരുക. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കൊരു വചനം നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11:26 വായിക്കുമ്പോൾ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങൾ തണുപ്പ് തിരഞ്ഞ് നടക്കുന്നു, കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് പറഞ്ഞു. ചെന്ന് അത് അടിച്ചു വാരിയും അലങ്കരിച്ചും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവയും അതിൽ കടന്നു പാർത്തിട്ട് ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിനേക്കാൾ വഷളായി എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്കറിയാം. എപ്പോഴാണ്? ആദ്യം നിന്റെ വീട്ടിൽ നിന്ന് അശുദ്ധാത്മാവ് വായിച്ച ഒരു മനുഷ്യന് നീരില്ലാത്ത പ്രദേശത്തിൽ തണുപ്പ്, നീ ഡെലിവറൻസൊക്കെയായി വചനത്തിലേക്കൊക്കെ വന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടത്തി നീ ശരി, ഇനി വചനത്തിലേക്ക് പോകാം, യേശുവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാം എന്ന് തീരുമാനങ്ങളൊക്കെ എടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിനക്കൊരു തോന്നൽ, ആദ്യം നമ്മൾ വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായി, നമുക്ക് വീണ്ടും ആ പഴയതിലേക്ക്, പഴയ വിഗ്രഹത്തേക്ക് ഒന്ന് ആരാധിക്കാം, പഴയ നേർച്ച കാഴ്ച വഴിപാടിലേക്കൊന്ന് പോയി നോക്കാം എന്ന് നിൻ്റെ മനസ്സിൽ തരുന്നുണ്ടെങ്കിൽ, നിൻ്റെ വീടിൻ്റെ അകത്തേക്ക് തന്നേക്കാൾ ദുഷ്ടതയേറിയ 7 പിശാച് കയറാൻ പ്ലാൻ ചെയ്തു. പഴയതുപോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പഴയതുപോലെ നിനക്ക് ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പഴയതുപോലെ കർത്താവിൻ്റെ വേല നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിനക്കൊരു അലസതയായി ഇപ്പോൾ നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, പിശാച് പ്ലാൻ ചെയ്തു ദുഷ്ടതയേറിയ 7 പിശാചുമായി വരാൻ അവിടെ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക. അവൻ വന്ന് നിൻ്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ നിൻ്റെ വീട് അടിച്ചു വാരി അലങ്കരിച്ച് വെച്ചിരിക്കുക. പക്ഷെ അവിടെ പ്രാർത്ഥനയില്ല.
ഇപ്പം പഴയതുപോലെ ആരാധനയില്ല, പഴയതുപോലെ തീ നിൻ്റെ അകത്തില്ലാതെ പോയെങ്കിൽ ഇന്ന് നീ ക്ലാസ് കേൾക്കുമ്പോൾ ചിന്തിച്ചോ, നിന്നെ വീട്ടിലേക്ക് കയറുവാൻ ആ ദുരാത്മാക്കൾ, അശുദ്ധിയുടെ ആത്മാക്കൾ കയറുവാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം. തളർന്നു പോയ ഏതെങ്കിലും ദൈവവൈദ്യരെ ക്ലാസ് കേൾക്കുന്നുവെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് തീരുമാനമെടുത്തോ വീണ്ടും ഒരു പവറാവാൻ, വീണ്ടും ഒരു പവറാവാൻ. ഈ അധികാരം കർത്താവ് നിനക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തീരുമാനമെടുക്കുക. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളിൽ പ്രാർത്ഥന കുറവ് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പഴയ ആദ്യ സ്നേഹം വിട്ടുപോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തീരുമാനമെടുക്കണം. കർത്താവേ, ഞങ്ങളുടെ ലൈഫ് ക്രിസ്തുവിന് വേണ്ടി ഒരുക്കി വെച്ചതാണ്, ഞങ്ങളുടെ കുടുംബം ക്രിസ്തുവിന് വേണ്ടി ഒരുക്കി വെച്ചതാണ്. അറിവില്ലാത്ത കാലത്ത് പാപത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ മുഴങ്കാലും മടക്കി കർത്താവിൻ്റെ സന്നിധിയിൽ സറണ്ടറായാൽ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു അത്യുന്നതനായ ദൈവമുണ്ട്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഈ ക്ലാസ് കേട്ട ഓരോ വ്യക്തികളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.